ഇന്നലെ നോമ്പ് തുറന്നു കഴിഞ്ഞ് ചക്കയൊക്കെ തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഇക്കാക്ക ഒന്ന് പറഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ റംബോമ്പോ കുടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ പൈനാപ്പിൾ റംബോമ്പോ എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് വണ്ടിയുടെ പുറകിൽ ചാടിക്കയറി ഞങ്ങൾ അത് കുടിക്കാനായിട്ട് പോയി. പാത്തിപ്പാലം കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ സ്പോട്ട് വന്നത്. പെരുമ്പാവൂർ പാത്തിപ്പാലം. നല്ല എരിവുള്ള കാന്താരി മുളക് അരച്ചതാണ് ടിന്നിലാക്കി വെച്ചേക്കുന്നത്. അത് അവർ ആ ഗ്ലാസ്സിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഐസും വാരിയിട്ടുണ്ടായിരുന്നു അതിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ പൈനാപ്പിൾ എന്തോ ഗ്യാസ് അതിൽ ചേർത്തിട്ടാണ് ആ സംഭവം റെഡിയാക്കണത്. പൈനാപ്പിൾ ജ്യൂസ് എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് എനിക്കത് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. ഒന്ന് കുടിച്ചു വെക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗ്ലാസ് ആണ്ട വാങ്ങിച്ചോളൂ. ഞാൻ ഇക്കാലത്ത് പറഞ്ഞു എനിക്ക് വേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കാരണം രണ്ടും കുടിക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരെണ്ണമാണ് വാങ്ങിയത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇക്കാക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. പക്ഷേ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായില്ല. എനിക്ക് ഈ എരിവ് എനിക്ക് അത്രയോട് പറ്റൂല. അതുകൊണ്ടാണ് ഈ കുലുക്കി സർബത്ത് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. അതിന് ഈ ഭയങ്കര എരിവായതുകൊണ്ടാണ്. പക്ഷേ സാധനം അടിപൊളിയാണ്. അത് ഇവിടെ ഒരുപാട് ആൾക്കാർ കുടിക്കാനായിട്ട് വരണുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചോളൂ. ഞാൻ എൻ്റെ ബാലൻസ് ഇക്കാക്കൻ്റെ കൊടുത്തു കേട്ടോ. പുള്ളി തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരണുണ്ടെങ്കിൽ ഇതേ നോമ്പ് കഴിയുന്നതിന് മുന്നേ എത്തിക്കോട്ടോ. അതുവരെയുള്ളൂ ഇവിടെ. ഇപ്പോൾ ഈ എരിവ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതേ സ്പോട്ട് മറക്കണ്ട കേട്ടോ. പെരുമ്പാവൂർ പാത്തിപ്പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ആരും മറക്കണ്ട. അപ്പോൾ നോമ്പ് കഴിയണ വരെ ഉള്ളൂ കേട്ടോ ഇത്.